വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ KLCA സായാഹ്ന കൂട്ടായ്മ നടത്തി. വർദ്ധിച്ചു വരുന്ന മദ്യത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ പള്ളുരുത്തി സെന്റ് തോമസ് മൂർ കവലയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കൊച്ചി രൂപത പ്രസിഡന്റ് പൈലി ആലുങ്കൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറ നശിച്ചെന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ സുന്ദരമായ ഭാവി നശിച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ലഹരിയുടെ സഹായമില്ലാതെ നമ്മുടെ മക്കൾക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിവില്ലാത്ത ദുരന്തമായ അതിദാരുണമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ വീണു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ നാടിനെ നമ്മൾ വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നാടിനെ വീണ്ടെടുക്കണമെങ്കിൽ ഒരു സമൂഹമോ ഒരു സമുദായമോ അല്ല വിചാരിക്കേണ്ടത്. നാട് ഒരുമയോടെ, ഒരു ശക്തിയോടെ, ഒരേ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഫാദർ ജേക്കബ് എലിയാസ് തുണ്ടത്തിൽ, ജോബ് പുളിക്കൽ, സിന്ധു ജസ്റ്റിസ്, ജെസ്സി കണ്ടനാമ്പറമ്പിൽ, ഹെൻസൻ പോത്തമ്പള്ളി, സെബാസ്റ്റ്യൻ ജോസ്മോൻ ഇടപ്പറമ്പിൽ, നോബി, വിനോദ് ജോയ് എന്നിവർ സംസാരിച്ചു. ഇതിനെ കണ്ടില്ല എന്ന് നടിച്ചപ്പോൾ ഈ നാട്ടിലെ നീതിക്കും വളർച്ചയ്ക്കും വേണ്ടി വളർന്നു വരേണ്ട യുവതലമുറ, ഇന്നയുടെ നാളെയുടെ വാഗ്ദാനങ്ങളാകേണ്ടവർ ഈ സമൂഹത്തിന്റെ വിപത്തിനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയും നമ്മുടെ മുൻപിലുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് നടന്ന ഒരു സംഭവം ഡിസംബർ 31-ാം തീയതി. പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കേണ്ട കാലം കഴിഞ്ഞെന്നും ഈ പരിഹാര മാർഗങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് പരിഹാര മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കണം. എനിക്ക് നിങ്ങൾക്കും ഒരു സാമൂഹ്യ വിപത്തായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ലഹരിയുടെ ഉപയോഗം, വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം. വരാപ്പുഴ രൂപത KLCA ഭാരവാഹി ബാബു ആന്റണിയെ ലഹരി വിൽപ്പനക്കാർ മർദ്ദിച്ചതിൽ യോഗം പ്രതിഷേധിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടുകൂടിയാണ് യോഗം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.